ഹായ് വർക്കേഴ്സ്, ഇറ്റ്സ് മീ യുവർ എം ഐഷ മിസ് ആണ്, നിങ്ങളുടെ സോഷ്യൽ ഫാക്കൽറ്റി. അപ്പൊ ഈ ഒരു വീഡിയോ ആയിട്ട് മിസ് വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സ്കൂള് തുറക്കാൻ ഇനി കുറഞ്ഞ ദിവസങ്ങളൂടെയാണ് നമ്മളെ മുമ്പിലുള്ളത് അല്ലേ. അപ്പൊ സ്കൂള് തുറക്കുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് പ്ലാനിങ് ഒക്കെ ചെയ്യാനുണ്ട്. എസ്പെഷ്യലി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സോഷ്യലിന്റെ കേസിലാണ്. ഇത് നിങ്ങൾക്ക് ബാക്കി സബ്ജക്റ്റിലും ആപ്ലിക്കബിൾ ആണ്. ബട്ട് എന്നാലും സോഷ്യൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു സീറോയിൽ നിന്ന് ഹീറോ ആവാൻ പറ്റും എന്നുള്ള കാര്യം ഇതാ മിസ് ഈ ഒരൊറ്റ സെഷനോട് കൂടി, ഈ ചെറിയ സമയം കൊണ്ട് കൂടി സെറ്റ് ആക്കി തരുന്നതാണ്. ഓക്കെ, ഇത് എന്റെ സൈഡിൽ നിന്നുള്ള പ്രോമിസ് ആണ്. ഞാൻ പറയുന്ന ഓരോ പോയിന്റ്സും നിങ്ങൾ മാർക്ക് ചെയ്തോ. ഞാൻ പറയുന്നത് പോലെ തന്നെ ജസ്റ്റ് മാർക്ക് മൈ വേർഡ്സ്. നിങ്ങൾക്ക് അത്രയും ബെനിഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കൂടുതൽ കുട്ടികളും സോഷ്യൽ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ സബ്ജക്റ്റ് ഒക്കെ ആണ്. പക്ഷേ എക്സാമിലേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ മാർക്സ് കിട്ടുമ്പോൾ അത് അത്ര സിമ്പിൾ ആവാറില്ല അല്ലെ. നമ്മൾ പഠിച്ച പല കാര്യങ്ങളും മറന്നു പോവാറുണ്ട്. പലതും നമുക്ക് പഠിച്ചാലും തലയിൽ നിൽക്കാത്ത പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി പ്രശ്നമായി കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഒരു സബ്ജക്റ്റ് കൂടെയാണ് സോഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ ഒരൊറ്റ സിമ്പിൾ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ സോഷ്യൽ എന്ന് പറയുന്നത് മക്കളെ ബാക്കിയുള്ള സബ്ജക്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയോ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ സോഷ്യൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചിട്ടാ? നമ്മളെ കുറിച്ചിട്ട്, വി പീപ്പിൾസിനെ കുറിച്ചിട്ട്, നമ്മുടെ ചുറ്റുമുള്ള ഈ ഒരു സൊസൈറ്റിയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ നമ്മളുടെ പൊളിറ്റിക്സ്, നമ്മൾ ഗവൺമെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ വേൾഡ് ടൂർ ഒക്കെ നടത്തുമ്പോൾ നമ്മുടെ ജോഗ്രഫി, ഈ കാര്യങ്ങൾ മാത്രമേ നമ്മൾ സോഷ്യൽ പഠിക്കുന്നുള്ളൂ. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളെ കുറിച്ച് അറിയാനും നമ്മളെ സൊസൈറ്റിയെ കുറിച്ച് അറിയാനുള്ള ഒരു ത്വര നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ നിങ്ങൾ സോഷ്യലിനെ ഇഷ്ടപ്പെടുവാണെങ്കിൽ, കഷ്ടപ്പെട്ട് പഠിച്ചാൽ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് എവിടെ എത്താൻ കഴിയൂല. കഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ സംഗതി സെറ്റ് ആക്കാവുന്നുള്ളൂ. സോ സോഷ്യലിനെ ഇനി പുതിയ അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ചെറിയൊരു പൊടിക്കൊരു ശ്രദ്ധ കൊടുത്താൽ അടിപൊളി മാർക്സ് ഒരു പ്രഷറും എടുക്കാതെ, ഒരു ലാസ്റ്റ് മിനിറ്റ് ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ എങ്ങനെ സാധിക്കും എന്നുള്ള കാര്യം ഞാൻ ഇവിടെ ക്ലിയർ ആക്കി തരാം കേട്ടോ. അപ്പൊ ഞാൻ പറയുന്ന കുറച്ച് പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം എന്ന് കൂടെ ഉറപ്പ് വരുത്തുക. ബിക്കോസ് ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെയുള്ള മോർ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ട്രിക്സും ടിപ്സും മിസ്സതാ ഇനിയുള്ള സെഷനിൽ വീണ്ടും പറയുന്നതാണ്. ഓക്കെ, സോ ക്യാൻ ഡിസ്കസ് എങ്ങനെയാണ് നമുക്ക് 0 to ഹീറോ സോഷ്യൽ സയൻസിൽ ആവാൻ പറ്റുക എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, സോ ദ ഫസ്റ്റ് തിങ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? റീഡ് 10 minutes ഡെയിലി. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നത് ഒരു 10 മിനിറ്റ് എങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾ ഒന്ന് വായിക്കാം. ഓക്കെ, ജസ്റ്റ് സോഷ്യലിനെ കുറിച്ച് ഒരു ടച്ച് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ടോപ്പിക്സ് ആയാൽ മതി, ചെറിയൊരു ടോപ്പിക് ആയാലും മതി. ഓരോ ചാപ്റ്റർ പല ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നില്ലേ, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് റീഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതി. അത് നിങ്ങൾ ഡെയിലി റീഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അറിയാതെ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ തലയിലേക്ക് എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് തിങ്, ലേൺ ലൈക്ക് എ സ്റ്റോറി. എപ്പോഴും എന്ത് ചെയ്യുക, ഒരു കഥ പോലെ പഠിക്കുക. ഹിസ്റ്ററി ഒക്കെ കഥ പോലെ പഠിച്ചാൽ കഥ പോലെ നിങ്ങളെ പഠിപ്പിച്ചും തരുന്നുണ്ട്. അപ്പൊ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റും. ലൈഫ് ലോങ് തന്നെ ആ സാധനം തലയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഹിസ്റ്ററിയുടെ കേസൊക്കെ എന്തായാലും എന്ത് ചെയ്യണം, ഒരു കഥ പോലെ വേണം പഠിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ബൈ ഹാർട്ട് ചെയ്തതുകൊണ്ട് ഒരിക്കലും നമുക്കത് ഓർത്തു വെക്കാൻ കഴിയില്ല. ഓക്കെ, സോ നോട്ട് ദാറ്റ്, ഒരു കഥ പോലെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, എസ്പെഷ്യലി നമ്മുടെ ഹിസ്റ്ററി. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് അണ്ടർലൈൻ ചെയ്യുക. ടെക്സ്റ്റ് വായിക്കാൻ പറഞ്ഞില്ലേ, ആ വായിക്കുമ്പോൾ ചില ടേംസ് ഉണ്ടാവും. നമ്മളെ മുഗൾ എംപയർ എന്നുള്ള ടേം ഉണ്ടാവും. ജോഗ്രഫിയിലാണെങ്കിൽ റിസോഴ്സസ്, അങ്ങനെ കുറച്ച് കീവേഡ്സ് ഉണ്ടാവും. നമുക്ക് അധികം പരിചയം ഉണ്ടാവില്ല, പക്ഷേ എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണെന്ന് തോന്നുന്ന കുറച്ച് കീവേഡ്സ് ഉണ്ടാവും. നിങ്ങൾ അത് എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. പിന്നെ ഓരോ ഇയേഴ്സ് പറയുന്നത്, ഓരോ സ്ഥലങ്ങൾ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്തായാലും ആ ഒരു ടോപ്പിക്കിൽ നിന്ന് മിസ് ചെയ്യരുത് എന്ന് പറയുന്ന, വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസ് ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് തിങ് ഇസ് യൂസ് മാപ്സ് ആൻഡ് പിക്ചേഴ്സ്. ഓക്കെ, മാപ്സ് ഒക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. ഇപ്പം തന്നെ നിങ്ങൾ വെക്കേഷനിൽ, ഓക്കെ, ഞാൻ വേറൊരു ടിപ്പ് കൂടി ഇതിൻ്റെ ഇടയിലൂടെ പറയുകയാണ്. നിങ്ങൾ പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യുക, മാപ്പ് മാർക്കിങ്ങിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്സ് ഒക്കെ അറിയണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യയുടെ മാപ്പ് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പല ട്രിക്സും ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വെക്കേഷൻ തീർന്നതിന് മുമ്പ് തന്നെ ആ ഒരു മാപ്പിൽ നോക്കിയിട്ട് നമ്മുടെ സ്റ്റേറ്റ്സ് ഓരോന്നും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, വെറും സ്റ്റേറ്റ്സ് മാത്രം പഠിച്ചാൽ മതി. വേണമെങ്കിൽ ഒരു 5 ദിവസം കൊണ്ട് നോർത്തേൺ സൈഡ് മാത്രം നോക്കുക, വടക്ക് ഭാഗം മാത്രം നോക്കുക. ബാക്കി ഒരു 5 ദിവസം എടുത്ത് താഴെയുള്ള സൈഡ് മാത്രം നോക്കുക. അങ്ങനെ ചെറിയ സ്റ്റെപ്പ് നിങ്ങൾ ഇപ്പോഴേ എടുത്ത് തുടങ്ങുകയാണെങ്കിൽ സോഷ്യൽ വർക്കിലെ ഈസി ആവും. അതേപോലെ പിക്ചേഴ്സ്,
നിങ്ങളോട് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നമ്മുടെ ബഡ്ജറ്റിനെ കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു ചോദ്യമാണെങ്കിൽ ബഡ്ജറ്റ് 3 തരമുണ്ട് അല്ലേ, സർപ്ലസ്, ഡെഫിസിറ്റ്, പിന്നെന്താ ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തന്നെ ഒരു ഡയഗ്രാംസ് ആയിട്ട് ഒരു ഫ്ലോ ചാർട്ടായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മുടെ റിസോഴ്സസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ റിസോഴ്സസ് ഇതാ പലതരമുണ്ട്, അതിൻ്റെ എക്സാമ്പിൾസ് എന്താ, അങ്ങനെ ഒരു ട്രീ ചെയിനൊക്കെ മാതിരി ഉണ്ടല്ലോ, ഫ്ലോ ചാർട്ട്സ് ഒക്കെ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ഒക്കെ ചെയ്യുമ്പോൾ അതുകൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് തന്നെ ചോദിക്കണം, ആസ്ക് വൈ, എന്തുകൊണ്ട് ഇത് ഇങ്ങനെയായി, എന്തുകൊണ്ടാണ് വാട്ടർ സൈക്കിൾ ഇങ്ങനെയാവുന്നത്, അങ്ങനെ ഈ ജലചക്രത്തിന്റെ ആ ഒരു പ്രക്രിയയൊക്കെ എന്തുകൊണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിടയിൽ തന്നെ വന്നാൽ അതൊന്നുകൂടെ നമ്മൾ മനസ്സിലാക്കി പഠിക്കാനുള്ള ആ ഒരു ചാൻസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആസ്ക് വൈ ഓൾസോ മാറ്റേഴ്സ് ഇൻ സോഷ്യൽ സയൻസ്. പിന്നെ എന്താണ്, ഡോണ്ട് സ്റ്റഡി എന്ന് വെച്ചാൽ പഠിക്കരുത് എന്നല്ല, അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിപ്പിക്കുക. നമ്മൾ പഠിച്ച കാര്യം നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ടോപ്പിക്ക് തറവാക്കി പോകുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മളത് ക്ലിയർ ആയിട്ട് പഠിച്ചു. അത് വേറൊരാൾക്ക് പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്താവും, ഏറ്റവും ബെസ്റ്റ് ആയിട്ടല്ലേ നോക്കുള്ളൂ പഠിപ്പിച്ചു കൊടുക്കാൻ. അപ്പോൾ അത് നമ്മൾ അറിയാതെ തന്നെ ക്ലിയർ ആക്കി നമ്മൾ വിടുന്നതാണ്. നെക്സ്റ്റ് യെസ്, ടൈനി നോട്ട്സ് ഉണ്ടാക്കുക. ചെറിയ കുഞ്ഞു നോട്ട്സുകൾ നമ്മൾ ഉണ്ടാക്കുക. ഒരു ചാപ്റ്ററിന് ഫസ്റ്റ് പേജ് വായിക്കുമ്പോൾ ഫസ്റ്റ് പേജിൽ ഒരു 2-3 പോയിന്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു നോട്ട്സ് സമ്മപ്പ് ചെയ്തിട്ട് നമ്മളെ വേർഡ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോട്ട്സ് കീപ്പ് ചെയ്യാം. നെക്സ്റ്റ് സോഷ്യൽ ആണ്. അപ്പോൾ സോഷ്യലിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ സൊസൈറ്റിയെ കുറിച്ചിട്ടാണ് പഠിക്കുന്നതെന്ന്. അപ്പോൾ ഒബ്വിയസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ എന്താ നടക്കുന്നത്, ഈ ഇലക്ഷൻ ടൈം തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ന്യൂസിലൂടെ, അത് ന്യൂസ് വായിച്ചിട്ട് അല്ലെങ്കിലും ഇൻസ്റ്റഗ്രാമിലൂടെ ഒക്കെ അറിയുന്നുണ്ടാവില്ലേ. പക്ഷെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, കുറച്ചെങ്കിലും ആദ്യം തന്നെ ഫുൾ ഒരു പത്രം ഒന്നും വായിക്കണം എന്ന് പറയുന്നില്ല, ചെറിയൊരു 1-2 ന്യൂസസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് അതൊന്ന് ശീലമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് മെമ്മറി ട്രിക്സ് ഉപയോഗിക്കുക. ഓക്കെ, ചിലതൊക്കെ നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, സോഷ്യലിന്റെ കേസിൽ നമുക്ക് പഠിച്ചെടുക്കാനും പാടായിട്ട് തോന്നും. അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സോങ്സിലൂടെ, ഓക്കെ, പാട്ടിലൂടെ, അല്ലെങ്കിൽ കഥകൾ, സ്റ്റോറീസിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ നമ്മളത് പറയുമ്പോൾ പൊട്ട കഥയായിട്ടൊക്കെ തോന്നും, പക്ഷെ നമുക്ക് പഠിക്കണം എന്നുള്ളതാണല്ലോ അൾട്ടിമേറ്റ് ഗോൾ. അങ്ങനെ ട്രാപ്പ് ആവുന്ന കേസസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ കഥകൾ ക്രിയേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പാട്ടുകൾ പാടിയിട്ടോ എന്ത് ചെയ്യുക, സോഷ്യൽ പഠിക്കുക. അതിന് പറ്റിയൊരു സബ്ജക്റ്റ് കൂടിയാണ് കേട്ടോ സോഷ്യൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇനി എക്സാമിലേക്ക് വരുമ്പോഴാണ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വായിക്കുക. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച സാധനമായിരിക്കില്ല ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഒരു ട്വൈസ് എങ്കിലും നിങ്ങൾ വായിച്ചു എന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മക്കൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തിട്ടാണ്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് സോഷ്യലിൽ ഈ ഒരു 0യിൽ നിന്ന് ഹീറോ ആവാൻ കഴിയും. ഉറപ്പായിട്ടും കഴിയുന്ന കേസാണ് ഇത്. ഞാൻ കൂടെ പ്രാക്ടീസ് ചെയ്ത് ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ്, ഫോളോ അപ്പ് ചെയ്തിരുന്ന കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയാനും പറ്റും. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ആയിട്ട് ഒരു ബോണസ് ട്രിപ്പ് കൂടെ പറഞ്ഞുതരാം. ഒരു 30 minutes റൂളാണ് കേട്ടോ. അതായത് ഒരു 10 മിനിറ്റ് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, ഓക്കെ, 10 മിനിറ്റ് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, റീഡ് ചെയ്യുകയാണെങ്കിൽ, നെക്സ്റ്റ് 10 മിനിറ്റ് ആ വായിച്ച കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, റൈറ്റ് ചെയ്യണം. എന്താണ് റൈറ്റ് ചെയ്യേണ്ടത്, കീവേഡ്സ് ഉണ്ടാവുമല്ലോ, കീവേഡ്സ്, ഇയർ, ആ കാര്യങ്ങൾ റൈറ്റ് ചെയ്യുക. എന്നിട്ട് മറ്റൊരാളെ പഠിപ്പിക്കുന്നത് പോലെ ഉറക്കെ വായിച്ചിട്ട് പഠിക്കാം. ടീച്ച് സമ്മൺ, ഓക്കെ, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഉറക്കെ വായിച്ചിട്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ സംഗതി അവിടെ സെറ്റാണ്. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഒരിക്കലും മറക്കില്ല, ലൈഫ് ലോങ് നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവുന്നതാണ് കേട്ടോ. ഓക്കെ, സോ ഈ ഒരു ഇയറിൽ ഒരു ഭയവും വേണ്ട. ആൻഡ് ഓൾസോ ലാസ്റ്റ് മിനിറ്റിൽ കഴിഞ്ഞ വർഷത്തെ പോലെ ഓടി പിടിച്ച് ഓരോ ചാപ്റ്റേഴ്സും തീർക്കുന്ന ഒരു സ്ട്രാറ്റജിയും നമ്മൾ ഫോളോ ചെയ്തില്ല. ഫുൾ കോൺഫിഡൻസിലായിരിക്കും. അപ്പോൾ ആ ഇയർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ 0 to ഹീറോ ഇൻ സോഷ്യൽ സയൻസ് മാറിയിരിക്കും. ഒരു സംശയം വേണ്ട, ഒരു സ്ട്രെസ്സും ഇല്ലാതെ, ഒരു ടെൻഷനും ഇല്ലാതെ ഫുൾ കോൺഫിഡൻസോട് കൂടി നമ്മളിതാ ഹീറോ ആവും സോഷ്യൽ സയൻസിൽ. എൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു പ്രോമിസ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾ ഇത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ കൂടുതൽ ടിപ്സ് ഒക്കെ മിസ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇനിയും പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, സോ ദെൻ സീ യു, ബൈ ബൈ, താങ്ക് യു.